മിസ്സായത് റോബർട്ടോ കാർലോസിന്റെ മലോദന്റെ ജേഴ്സിയാണ്. ടോപ്പ് അച്ചീവ്മെന്റ് ആയിരിക്കും AFC കളിക്കുക എന്ന് പറയുന്നത്. 2017 ഇന്ത്യയിലെ ബെസ്റ്റ് ഡിഫൻഡർ അവാർഡ് കിട്ടി. നോർമലി അത് ഫോറിൻ പ്ലേയേഴ്സിന് മാത്രമേ കിട്ടാറുള്ളൂ. സത്യം പറയുകയാണെങ്കിൽ ഷോ ഓഫ് എന്നും പറയാം. ഞാൻ കളിച്ച ബോളുകളുണ്ട്, AFC കളിച്ച ബോളുകളുണ്ട്. ഫസ്റ്റ് കളിച്ച ക്ലബ്ബാണ് മുംബൈ FC എന്ന ക്ലബ്. എന്റെ ഫേവറേറ്റ് നമ്പറാണ് 15. എന്റെ ബർത്ത്ഡേ ആണ് 15. എന്റെ ഫേവറേറ്റ് പ്ലെയർ വിഡിച്ചിന്റെ നമ്പറാണ് 15. അല്ലാതെ അനസിന്റെ മകൻ ഫുട്ബോൾ പ്ലെയർ തന്നെ ആക്കണമെന്നും അവന് പ്രത്യേകത അങ്ങനെ പ്ലാൻ ഒന്നുമില്ല. അനസ്കയുടെ ഒരു ഫുട്ബോൾ ലോകത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അനസ്ക, ഇവിടെ കയറുമ്പം തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അവിടെ കുറേ ജേഴ്സി കാണുന്നുണ്ട്, ഇവിടെ കുറേ ബോളുകളുണ്ട്. അപ്പം എന്താണ് ഇങ്ങനെ ഈ ഒരു റൂം സെറ്റ് ചെയ്യാൻ തോന്നിയൊരു കാരണം? ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴുള്ള കുട്ടികൾക്കും അറിയില്ല ഈവൻ ഇവിടെ കളിച്ചിരുന്ന പ്ലേയേഴ്സ് ആരൊക്കെയായിരുന്നു, പണ്ട് കളിച്ചിരുന്ന പ്ലേയേഴ്സ് അറിയാം, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് അവതരിപ്പിച്ച് കൊടുക്കേണ്ട അവസ്ഥ. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ യെസ്, ഞാൻ പണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നു നാഷണൽ ടീമെന്നും ഇങ്ങനത്തെ ക്ലബ്ബുകളിലൊക്കെ കളിക്കാൻ പറ്റി എന്നുള്ളത് എൻ്റെ അച്ചീവ്മെൻറ്റ് സാധനങ്ങളൊക്കെ എനിക്ക് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളും ട്രോഫികളൊക്കെ ഞാനിങ്ങനെ എടുത്തു വെച്ചു എന്നുള്ളതാണ്. അത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ നാട്ടിലെ ആളുകളൊക്കെ വന്നിട്ട് TV കാണാനും മാച്ചസ് ചാമ്പ്യൻസ് ലീഗ്, ISL, പ്രീമിയർ ലീഗ്, സ്പാനിഷ് ലീഗ് ഒക്കെ കണ്ടിട്ട് ഇവിടെ ഇരിക്കും. വേൾഡ് കപ്പുകളൊക്കെ നമ്മൾ എല്ലാവരും കണ്ടിട്ടിരിക്കും. സോ അതിനുള്ളൊരു അവസരങ്ങളും കൂടെ സ്പോർട്സ് പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് ഉണ്ടാക്കി എന്നുള്ളതാണ്. പിന്നെ അച്ചീവ്മെൻറ്റുകളൊക്കെ യെസ്, സത്യം പറയുകയാണെങ്കിൽ ഷോ ഓഫ് എന്നും പറയാം. ഷോ ചെയ്യാനും വേണ്ടിയിട്ട് തന്നെ, അത് കാണിക്കാനും വേണ്ടിയിട്ട് തന്നെ ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എന്ന് പറയാനും വേണ്ടിയിട്ട് തന്നെ ഇനി വരുന്ന തലമുറകൾ പോലും എൻ്റെ നാട്ടിൽ നിന്ന് വന്ന് കാണുമ്പോൾ നാഷണൽ ടീമിൻ്റെ ജേഴ്സിയൊക്കെ ഉണ്ടാകുമ്പോൾ, കളിച്ച ക്ലബ്ബുകൾ, ട്രോഫികളൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു ഫുട്ബോളിനോട് ഇഷ്ടങ്ങളും ഫീലുകളും കളിക്കാൻ ആഗ്രഹങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ആവട്ടെ. ഇവിടെ ഇരിക്കുന്ന ഓരോ, ഇപ്പം ജേഴ്സി ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ബൂട്ടാണെങ്കിലും ഇതിനൊക്കെ ഓരോ കഥകളും ഉണ്ടാകുന്ന ഉറപ്പാണ്. ഇപ്പം ഇവിടെയാണെങ്കിൽ ഞാൻ കാണുമ്പോൾ RCB ആണ് കാണുന്നത്, AB de Villersൻ്റെയാണ്. എങ്ങനെയായിരുന്നു ഈ ഒരു ജേഴ്സി കൈ കിട്ടിയത്? അത് എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലെയറാണ് ABD. പവൻ നേഗി പറഞ്ഞിട്ടുള്ള പ്ലെയറാണ് എനിക്കത്. ഞാൻ അവരെ കൊണ്ടാണ് അത് വാങ്ങിയത്. RCBൻ്റെ പ്ലെയർ ആയിരുന്നു അവർ. ഞാൻ എൻ്റെ ഫേവറേറ്റ് പ്ലെയറാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിപ്പിച്ച. പിന്നെ നാഷണൽ ടീമിൻ്റെ അത് ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് അടിച്ചപ്പോൾ ഉണ്ടായിരുന്ന ജേഴ്സിയാണ്. അതൊക്കെ നമ്മൾ ബാഗിൻ്റെ ഉള്ളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ നിങ്ങൾക്കും പറഞ്ഞു തരാൻ പറ്റില്ല അത് എന്താണെന്നും. അതുകൊണ്ട് ഞാനിങ്ങനെ പരസ്യമായിട്ട് ഇതിങ്ങനെ വെച്ചത്. പിന്നെ AFC ഒരു നാഷണൽ ടീം പ്ലെയറെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ടോപ്പ് അച്ചീവ്മെൻ്റ് ആയിരിക്കും AFC കളിക്കുക എന്ന് പറയുന്നത്. കാരണം AFC റയറായിട്ട് അത് ഒരുപാട് മാച്ചസുകൾ കഴിഞ്ഞാലും പക്ഷേ കളിക്കാൻ പറ്റും. അത് ഞാൻ ദുബായിൽ കളിച്ചു, അതും മലയാളികളെ ഇടയിൽ കളിച്ചു എന്നുള്ളൊരു അഭിമാനമുണ്ട്. അപ്പോൾ അതെടുത്ത് വെച്ചു. പിന്നെ ATK ഞാൻ ചാമ്പ്യൻഷിപ്പ് അടിച്ച ജേഴ്സിയാണ്, അപ്പം അതെടുത്തു. പിന്നെ ഞാൻ ഫസ്റ്റ് ജംഷഡ്പൂർ പ്ലെയർ ആയിരുന്നു ഞാൻ ISL. ജംഷഡ്പൂരിൻ്റെ പ്രൊഫഷണൽ കരിയറിൽ ഫസ്റ്റ് ISL ടീം അവരെടുത്തപ്പം അവരെ ഫസ്റ്റ് അവർ വിളിച്ച് ഉണ്ടാക്കിയിരുന്ന പ്ലെയർ ആയിരുന്നു ഞാൻ അവരെ ബിഡിൽ. അപ്പം ആ ജേഴ്സിയും പിന്നെ ഇത് നാഷണൽ ടീമിൻ്റെ ജേഴ്സിയാണ്. ഇവിടെ ഒരുപാട് ബോളുകളൊക്കെ ഞാൻ കളിച്ച ബോളുകളുണ്ട്, AFC കളിച്ച ബോളുകളുണ്ട്, ISL കളിച്ച ബോളുകളുണ്ട്. പിന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ മാനേജറാണ്, എൻ്റെ നൈബർ തന്നെയാണ്. ഫുട്ബോളിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന പയ്യനാണ്, സഷാദ് മുഹമ്മദ് എന്നാണ് പേര്. അവനും വരുമ്പോൾ അവനാണെങ്കിൽ തോന്നുന്നു ഈ വേൾഡ് കപ്പ്, FIFA വേൾഡ് കപ്പിന്റെ ബോളും അതുപോലെ ISLന്റെ ബോളുകളൊക്കെ എനിക്ക് തന്നിരുന്നത്. ഇതിനെൻ്റെ 2017 ഇന്ത്യൻ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയ ടൈം, 2017 മോഹൻബഗാനൊക്കെ ഉള്ള ടൈമിൽ ഫസ്റ്റ് കളിച്ച ക്ലബ്ബാണ് മുംബൈ FC എന്ന ക്ലബ്ബ്. പക്ഷെ അതിൻ്റെ ജേഴ്സി എൻ്റെ അടുത്തില്ല. അറ്റ്ലീസ്റ്റ് എനിക്ക് അവരെ ഫോട്ടോ കിട്ടിയപ്പോൾ ഞാൻ അതെടുത്ത് വെച്ചു. ഇപ്പൊ പറഞ്ഞു ഈ ജേഴ്സി മിസ്സാവുന്നതിൻ്റെ ഒരു കാരണം ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കളിക്കുന്ന ടൈം എനിക്ക് നമുക്ക് ഇങ്ങനൊന്നും അറിയില്ലല്ലോ, അങ്ങനെയൊക്കെ എടുത്തു വെക്കണം, ഇങ്ങനത്തെ സംഗതികൾ ഉണ്ടെന്ന്. പക്ഷെ അന്നൊക്കെ കളിച്ച ടൈമിൽ കിട്ടിയ ജേഴ്സികളൊക്കെ ഓരോരുത്തർ വന്ന് ചോദിക്കുമ്പം അവരുടെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അതങ്ങനെ കൊടുക്കും. പിന്നെ ഞാൻ അങ്ങനെ എടുത്തു വെക്കാൻ തുടങ്ങി. ഇത് പൂനെ FCന്റെ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡാണ്. നോർമലി അത് ഫോറിൻ പ്ലേയേഴ്സിന് മാത്രമേ കിട്ടാറുള്ളൂ. പക്ഷെ അതൊന്നും എനിക്ക് 2014 എനിക്കാണ് കിട്ടിയിരുന്നത്. വലിയൊരു അച്ചീവ്മെന്റ്. അതെ, കാരണം പൂനെ FC പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് ഫോറിനേഴ്സിന് മാത്രം കൊടുക്കുന്ന സാധനമാണ്. അത് അങ്ങനെ തന്നെ അവർ പറഞ്ഞിട്ടാണ് കിട്ടിയത്. അത് സന്തോഷം. അതുപോലെ തന്നെ ആ ഇയർ തന്നെ പെനിൻസുല മാൻ ഓഫ് സ്റ്റീൽ അവാർഡ് എന്നിട്ടൊരു അവാർഡ്, അത് ആ ഇയറിലെ എല്ലാ മാച്ചും കളിക്കുന്ന പ്ലേയേഴ്സിന് മാത്രം കിട്ടുന്ന
അവിടെ. അപ്പം ആ ഇയേഴ്സ് എനിക്ക് തോന്നുന്നു അതിൽ 24 മാച്ചും കളിക്കാൻ പറ്റി. അപ്പം അതിൽ കിട്ടിയ ഒരു അവാർഡാണത്. പിന്നെ എനിക്ക് ഓരോ വ്യക്തികൾ വന്ന ഇത് 15 പിന്നെ ഞാൻ യൂസ് ചെയ്ത നമ്പറല്ല, പക്ഷെ എൻ്റെ ഫേവറേറ്റ് നമ്പറാണ് 15. എൻ്റെ ബർത്ത്ഡേ ആണ് 15. എൻ്റെ ഫേവറേറ്റ് പ്ലെയർ വിഡിച്ചിൻ്റെ നമ്പറാണ് 15. അപ്പോൾ ഞാൻ 15 ഉണ്ടായപ്പോൾ അത് എടുത്തു വെച്ചതാണ്. 22 ഞാൻ യൂസ് ചെയ്ത നമ്പറാണ്. ഇതൊന്നിപ്പോൾ ആഷിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. 21 ഞാൻ പിന്നെ അങ്ങനെ എടുത്തു വെച്ച നമ്പർ. 24 ആയിരുന്നു എൻ്റെ പിന്നെ ഞാൻ ഫസ്റ്റ് കളിച്ചപ്പം എനിക്ക് കിട്ടിയ നമ്പർ. അപ്പം അതും ഞാൻ എടുത്തു വെച്ചു. പിന്നെ ഇത് ബെസ്റ്റ് അച്ചീവ്മെൻറ്റ്, കാരണം ISL എന്തായി എന്ന് പറയുമ്പം ഞാൻ ചാമ്പ്യൻഷിപ്പ് ISL ലീഗ് വിന്നറും ആയിട്ടുണ്ട്. ട്രോഫി എനിക്ക് രണ്ടും കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരുപാട് സന്തോഷം. ഷീൽഡും എനിക്ക് കിട്ടിയ ISL ട്രോഫിയും കിട്ടി. ഒന്ന് ATKയിലും ഒന്ന് ജംഷഡ്പൂര കിട്ടിയ. പിന്നെ ഇത് ജേണൽ സിംഗ് ബെസ്റ്റ് ഡിഫൻഡർ അവാർഡ് 2000 ഡിഫൻഡർ എന്നുള്ള നിലയ്ക്ക് ഒരു വർഷം ബെസ്റ്റ് 2017 ഇന്ത്യയിലെ ബെസ്റ്റ് ഡിഫൻഡർ അവാർഡ് കിട്ടി. അതിലൊരുപാട് സന്തോഷം. ഐ ലീഗ് ബെസ്റ്റ് ഡിഫൻഡർ അവാർഡ്. പിന്നെ ഇത് ഐ ലീഗ് കപ്പാണ് പൂനെ FC 2007-10 ശേഷം എനിക്ക് കിട്ടിയ ഒരു പിന്നെ നല്ല ക്ലബ്ബായിരുന്നു, പ്രൊഫഷണൽ ക്ലബ്ബായിരുന്നു അത്. അതിൽ ഒരുപാട് സന്തോഷം. ബൂട്ട് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട്, ബഹ്റൈനിലുള്ള ഒരു ഫ്രണ്ട് തന്നതാണ്. അത് കളിക്കാനും വേണ്ടിയിട്ട് തന്നതാണ്. പക്ഷേ എനിക്ക് എന്നെ പേഴ്സണലായിട്ട് എനിക്ക് എന്നെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തപ്പോൾ ഞാൻ അത് എടുത്തു വെച്ചു. പിന്നെ AFC ഏഷ്യൻ കപ്പ് UAE കളിച്ചു ഞാൻ പറഞ്ഞില്ല മലയാളികളുടെ ഇടയിൽ. അതിന് ഏതോ സ്കൂളിൻ്റെ എനിക്ക് കായിക വേദി എനിക്ക് തന്നതാണ്. DME ഞാൻ പഠിച്ച കോളേജിൻ്റെ ഇതേത് കോളേജിൻ്റെ ഒരു അച്ചീവ്മെന്റ് കിട്ടിയതാണ്. പാരന്റ്സ് അല്ലേ? അതെ അതെ. ഇത് ഫാദർ മദർ രണ്ടാളും ഇപ്പം ഇല്ല, എന്തോ മോനാണ്. ഉമ്മ പറഞ്ഞൊരു കാര്യം ഈയിടെയായിട്ട് ഇപ്പം റീലില് ഒരുപാട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, കളിച്ചത് മതി 2 കുട്ടികളുണ്ടെങ്കിൽ വാന്നൊക്കെ പറഞ്ഞ ഒരുപാട്. അവരെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾക്ക് അവരെ മക്കളാണ് അവരെ പ്രൊഫഷൻ എന്നുള്ളതല്ല, അവരെ എനിക്ക് തോന്നുന്ന മക്കള് എന്നുള്ളതാണ്. ഉമ്മൻ്റെ വിചാരം ഞാൻ ഫുട്ബോൾ കളിക്കുമ്പോൾ പിന്നെ എൻ്റെ കരിയറിൽ എന്താണ്, എങ്ങനെയാണ്, ഫിനാൻഷ്യൽ എങ്ങനെയാണെന്നൊന്നും ചോദിക്കില്ല. അവർക്ക് അവരെ മക്കൾ എന്നുള്ളത് മാത്രം. അതുകൊണ്ട് ഉമ്മ വിചാരിക്കുന്ന നീ മക്കളൊക്കെ ഇനി തിരിച്ചു വന്നിട്ട് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഉമ്മൻ്റെ റീസണാണ് ഞാൻ നാഷണൽ ടീം വിട്ടൊരു സുഖമില്ലാതെ കിടക്കുന്ന ടൈമിലൊക്കെ ഞാൻ വന്നിരുന്നത്. എന്തുകൊണ്ടായിരുന്നു ഇവരെ കളിക്കളത്തിലേക്ക് കൊണ്ടുപോകാത്ത? അങ്ങനെ എന്തൊരു കാര്യമില്ലായിരുന്നു? അത് സത്യം പറഞ്ഞാൽ എൻ്റെ സിസ്റ്റേഴ്സ് ഇപ്പോൾ ഈ SLK മാച്ചിലും എൻ്റെ വലിയ സിസ്റ്റർ പയ്യനാടാണ് താമസിക്കുന്നത്, ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്താണ്. പക്ഷെ അവൾ മാച്ച് കാണാനൊന്നും വരില്ല. അവളും ചെറിയ സിസ്റ്ററും അവർ രണ്ടുപേരും അവിടെ നിന്ന് മക്കളെയും അവരെ ഹസ്ബൻഡിനൊക്കെ കളി കാണാൻ വിട്ടു. അവർക്ക് എന്നാലും ഇപ്പോഴും ഉമ്മൻ്റെ പോലെ തന്നെ വരാൻ വീഴുമ്പോഴും ഒക്കെ. പിന്നെ എനിക്കും ഇഷ്ടമില്ല ഇങ്ങനെ ഫാമിലി കൊണ്ടുവന്ന് ഗ്രൗണ്ടിൽ ഇരുന്ന് അത് ഭയങ്കര പ്രഷർ, കുറേ തെറിവിളികളും അവർക്ക് കേൾപ്പിക്കാം നമ്മളെ കൊണ്ട് എന്തിനും അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് ഞാൻ ആദ്യമേ അതിന് ശ്രമിച്ചിട്ടില്ലായിരുന്നു. ഇപ്പൊ മക്കൾക്ക് കാണണം ഒക്കെ താല്പര്യമുണ്ടോ? മക്കളെ കൊണ്ടുപോകാറുണ്ടോ? ഇല്ല, മോൻ ഫുട്ബോളിന് ഇഷ്ടമാണ് രണ്ടാൾക്കും. പിന്നെ എനിക്ക് എന്താ വെച്ചാൽ അവർക്ക് എന്താണോ ഇഷ്ടങ്ങൾ അത് നടത്തണം എന്നുള്ളത്. ആ ഫുട്ബോൾ പ്ലെയർ തന്നെ ആക്കണം അങ്ങനെ പ്ലാനൊന്നുമില്ല. അവൻ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഹെൽപ്പ് ചെയ്യണം. അവൻ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യെസ് അവൻ കളിക്കട്ടെ, എല്ലാ കുട്ടികളെയും പോലെ. അല്ലാതെ അനസിൻ്റെ മകൻ ഫുട്ബോൾ പ്ലെയർ തന്നെ ആക്കണമെന്നും അവന് പ്രത്യേക അങ്ങനെ പ്ലാനൊന്നുമില്ല. പക്ഷെ എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നു. അപ്പം ഫുട്ബോൾ പ്ലെയർ ആവണം എന്ന് എനിക്കുണ്ട്. പക്ഷെ അവൻ എന്താണോ ആകാൻ പറ്റുന്നത് അത് ചെയ്യണം. ഇനിയിപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് ജേഴ്സികളാണുള്ളത്. അതിൽ അനസ്കയുടെ മാത്രമാണോ അതോ വേറെ ആൾക്കാരുടെ ജേഴ്സി? അല്ലല്ല, എൻ്റെ കൂടെ കളിച്ച പ്ലേയേഴ്സ് ഉണ്ട്. റാഫി ഉണ്ട്, വിനീത് മലയാളി പ്ലെയർ, സഹലിൻ്റെ ജേഴ്സി ഉണ്ട്, ആഷിഖിൻ്റെ ജേഴ്സി ഉണ്ട്, പിന്നെ ഒരുപാട് ജേഴ്സികളുണ്ട്. അർജുൻ, ഷെയ്ൻലാൽ 2014 കളിച്ച, പിന്നെ പവൻ പറഞ്ഞ ക്രിക്കറ്ററെ ജേഴ്സിയാണ് അത്. അതെ. പിന്നെ അത് ജോണാർണ റീസെ, ലിവർപൂളിന്റെ ലെഫ്റ്റ് വിങ്ങർ ആയിരുന്നു റീസെ. അതാ ഈ ജേഴ്സി, ഈ വൈറ്റ് പോട്ടതാ ജോണാർണ റീസെ. ലിവർപൂളിന്റെ ഏജന്റ് ആയിരുന്നു. എൻ്റെ കൂടെ ഡൽഹി ഡൈനാമോസ് കളിച്ച. പിന്നെ ഒരുപാട് ഈ കരൺ ഇവരൊക്കെ കൂടെ കളിച്ചതാണ്. ഞാനതങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യും. കുറേ ജേഴ്സി എനിക്ക് എടുത്തു വെക്കാൻ പറ്റി.
കുറേ ജേഴ്സികൾ ആദ്യം തൊട്ടേ ഞാൻ എടുത്തു വെച്ചില്ല. മിസ്സായത് റോബർട്ടോ കാർലോസിന്റെ മലൂദന്റെ ജേഴ്സിയാണ്. അത് രണ്ടും എനിക്ക് എടുത്തു വെക്കാൻ പറ്റില്ല. എന്തായാലും അനസ്കയുടെ ഒരു 16 വർഷത്തെ ഒരു ജീവിതമാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത്. ചെറിയ റൂമില് ഇതിൽ കുറച്ചേ ഉള്ളൂ, ബാക്കി ട്രോഫീസ് മൊത്തം വീട്ടിലാണെന്നാണ് പറഞ്ഞത്. എന്തായാലും വളരെ അതിമനോഹരമായിട്ടാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്തായാലും ഇങ്ങനൊന്നും ചെയ്യാൻ കാരണം എന്തായിരുന്നു? ഇതിന് മെയിൻ റീസൺ നമ്മൾ ഇപ്പോൾ റിട്ടയർ ഒക്കെ കഴിഞ്ഞു 2 വർഷമാകുമ്പോൾ തന്നെ ഇവിടുത്തെ ആളുകൾ നമ്മളെ സീനിയർ എല്ലാവരും മറക്കും നോർമലി. അപ്പോൾ നമ്മൾ കളിച്ചൊരു സാധനം നമ്മളിങ്ങനെ കണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ഫീൽ ആയി. യെസ്, ഞാനും കളിച്ചിട്ടുണ്ടായിരുന്നു നാഷണൽ ടീം എന്നൊക്കെ പറയുമ്പോൾ യെസ്, ഇവിടുത്തെ കുട്ടികൾക്കും നാട്ടിലെ കുട്ടികൾക്കും കാണാൻ പറ്റട്ടെ, മാച്ചസിനൊക്കെ കാണാം. വന്നിരിക്കുമ്പോൾ തന്നെ ഒരു ഫുട്ബോൾ ലൈഫ് ഉണ്ടായിരുന്ന ഒരാളെ വീട്ടിൽ വന്നിട്ട് കണ്ട് കാണാൻ പറ്റിയ. പിന്നെ ഞാൻ നോർമലി പുറത്ത് വരുന്ന എല്ലാവരെയും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും കൊണ്ടുവരാറുണ്ട്, കാണിപ്പിക്കാറുണ്ട്. അതാണ് എനിക്ക് എൻ്റെ അച്ചീവ്മെൻ്റാണ്. ഞാൻ ഭയങ്കര പ്രൗഡ്ലി തന്നെയാണ് ഇത് കാണിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തതും. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കൊക്കെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഞാൻ ഇതിനുള്ളിൽ തന്നെ വെക്കാറുള്ളത്. നല്ല അറ്റ്മോസ്ഫിയർ ആണെന്ന് എനിക്കും കൂടി ഫീൽ ചെയ്യും. അവരും പറയും നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അതെ, ഇത് അതിമനോഹരമായിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മളിപ്പോൾ കയറി വന്നപ്പോഴും നമുക്കും വളരെ വണ്ടറായിരുന്നു. അതാണ് നമ്മളും ഇതൊന്ന് ചെയ്തോട്ടെ എന്ന് ചോദിച്ചത്. ആദ്യത്തെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം സിറ്റ് ഔട്ടിൽ നിന്നും അല്ലെങ്കിൽ എൻ്റെ ലിവിങ് റൂമിൽ നിന്നൊക്കെ ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റുഡിയോയിൽ പോകും. ഇപ്പം ഒരുപാട് ഇൻ്റർവ്യൂസ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്തു ഞാൻ. അപ്പം അവർക്കൊക്കെ എന്താ വെച്ചാൽ ഒരു നല്ല അറ്റ്മോസ്ഫിയറുള്ളൊരു ഏരിയ കിട്ടും. പിന്നെ എൻ്റെ സംഗതികൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇനി വരുന്ന തലമുറ ഫുട്ബോളേഴ്സും ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കും. അപ്പം ഒരു ഫുട്ബോൾ കൾച്ചർ സാധനങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും വരും, എല്ലാവരും കളിക്കും. ഇത് നമ്മൾ വിചാരിക്കും ഇത് എത്ര അവൻ്റെ മാത്രം സാധനം അല്ല, അതൊരു മോട്ടിവേഷനാണ് സത്യത്തിൽ. കാരണം കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ അത് വേറെ, അത് കളിക്കുന്ന പ്ലേയേഴ്സിന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടെ ഒരു ഫീൽ ഉണ്ടാവും, അതും കൂടെ ഉണ്ടാവും തീർച്ചയായിട്ടും. എന്തായാലും ആ ഒരു മോട്ടിവേഷനെ വന്ന് കാണുന്ന ഒരു കാഴ്ചക്കാരിലേക്കും എത്തിക്കുന്ന രീതിയിൽ തന്നെയാണ് അനസ്ക ഈ റൂം ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ നമുക്ക് സംശയം പറയാൻ പറ്റും.